വാഗ്വാദങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെയാകാം, വാക്കുകളിലൂടെ മാത്രം. അത് ഒരിക്കലും ശാരീരികമാവരുത്. അങ്ങനെ സംഭവിച്ചാൽ നടപടികളെടുക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകും. ജിസേൽ, അനുമോൾ, കൺഫ്യൂഷൻ റൂമിലേക്ക് വരിക. നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള വഴക്ക് നേരിട്ടും കണ്ടു, വീണ്ടും വീണ്ടും അതിന്റെ ഫൂട്ടേജും കണ്ടു. രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ ബിഗ് ബോസ് 7ൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് അല്ലെങ്കിൽ കപ്പടിക്കാൻ യോഗ്യതയുള്ള അല്ലെങ്കിൽ നല്ലൊരു പ്ലെയർ എന്ന് തോന്നുന്ന ആരാണ് അവരൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇന്നത്തെ പ്രൊമോയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് അനുമോളും ജിസയിലും കൺവെൻഷൻ റൂമിൻ്റെ അകത്തിരുന്ന് സംസാരിക്കുന്നതായിട്ടുള്ള പ്രൊമോയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് ജിസയിൽ പിടിച്ച് തള്ളിയതും അനുമോള് ലിപ്സ്റ്റിക്ക് തുടയ്ക്കാൻ വേണ്ടി ടിഷ്യൂ എടുത്ത് മുഖത്ത് തേക്കാൻ നോക്കിയതും എല്ലാം ഒരു ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ് അവിടെ നടന്നത്. മിക്കവാറും പക്ഷേ പ്രൊമോയൊന്നും കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും പുറത്താകുമെന്ന്. ചിലപ്പോൾ ഏതെങ്കിലും കഠിനമായിട്ടുള്ള ശിക്ഷ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നല്ലപോലെ വ്യൂവർഷിപ്പ് കയറാൻ ചാൻസ് ഉള്ള ഒരു എപ്പിസോഡാണ്. കാരണം ബിഗ് ബോസ് ഫോളോ അപ്പ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും. അതായത് ഇന്ന് ഈ പ്രശ്നം, അതായത് ഗിസയിലും അനുമോളും തമ്മിലുള്ള പ്രശ്നം, അതുപോലെ തന്നെ നിവിൻ ബിഗ് ബോസിന് പുറത്ത് പോയി, സ്വന്തമായിട്ട് കിറ്റ് ചെയ്ത് പുറത്ത് പോയി എന്നുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. ബിഗ് ബോസ് ഫോളോ അപ്പ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അത് ഇപ്പം ട്രോളും, അതായത് ഇൻസ്റ്റഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും എന്ത് തുറന്നാലും ഇത് തന്നെയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, അത് മേ ബി ഒരു പ്രാങ്ക് ആവാനും ചാൻസ് ഉണ്ട്. കഴിഞ്ഞ പ്രൊമോയിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അതായത് അനുമോൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകിൽ അനുമോൾ അല്ലെങ്കിൽ ഞാൻ എന്ന് നിവിൻ പറയുന്നുണ്ട്. അപ്പോഴാണ് ബിഗ് ബോസ് എണീച്ച് നിർത്തി ചോദിക്കുന്നത് എന്താണ് താങ്കളുടെ പ്രശ്നം. അപ്പം ഈ പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ എങ്കിൽ താങ്കൾക്ക് പുറത്തോട്ട് പോവാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെല്ലാവരും കണ്ടതായിരിക്കും ആ പ്രൊമോ. അത് തുറന്നു കൊടുക്കുന്നു, പോകുന്നു. ഗിസയിലും അവരുടെ നിവിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേര് പോവരുത് എന്നൊക്കെ പറഞ്ഞ് കിടന്ന് ബഹളം ഉണ്ടാക്കുന്നതും കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടതാണ്. പക്ഷേ എടുത്തു പറയേണ്ട കാര്യം ആദില ആൻഡ് നൂറ, എൻ്റെ മോനെ, ട്രിഗറിങ് എന്നൊക്കെ പറഞ്ഞാൽ ഇമ്മാതിരി ട്രിഗറിങ്. ആ ഒരു ട്രിഗറിങ്ങിൻ്റെ പേരിൽ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ നിവിൻ എന്ന കണ്ടസ്റ്റൻറ്റ് ഇതൊരു പ്രാങ്ക് അല്ല എങ്കിൽ അവരുടെ ഒരു അടിപൊളി ഗെയിം തന്നെയാണ് ആദില ആൻഡ് നൂറയുടെ. വേറെ ലെവൽ പ്ലാൻ തന്നെയായിരുന്നു. കാരണം അമ്മാതിരി ട്രിഗർ ചെയ്തു. നിനക്ക് വാക്കിന് വിലയുണ്ടെങ്കിൽ പുറത്തോട്ട് പോക്കോ, നട്ടലെന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ പുറത്തോട്ട് പോക്കോ. ആ ഒരു ട്രിഗറിൻ്റെ പേരിൽ മാത്രമാണ് നിവിൻ പുറത്ത് പോയത്. ഞാൻ പറയുന്നത് ഇത് പ്രാങ്ക് അല്ല എങ്കിൽ നിങ്ങളുടെ ഉറപ്പാണ് അവർക്ക് നല്ല രീതിക്കുള്ള സപ്പോർട്ട് വരാൻ ചാൻസ് ഉണ്ട്. കാരണം അമ്മാതിരി ഗെയിമാണ് അവിടെ കളിച്ചത്. പിന്നെ അനുമോൾ അതിൻ്റെ ഒരു ഭാഗമാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അനുമോൾ ഈ കരച്ചിലും ബഹളമായിട്ട് അവിടെ എല്ലാവരും കാണുന്നതാണ്, തുടരുന്നതല്ലാതെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈവൻ നിവിൻ പുറത്ത് പോയിട്ട് പോലും അവിടെ പുള്ളിക്കാർ അവിടെ എവിടെ പോയി ഒളിച്ച് നിന്നിട്ട് പറയുകയാണ്, ഇനി എല്ലാവരും കൂടെ എന്നെ പറയുമല്ലോ, ഞാൻ കാരണമാണ് പുറത്തു പോയത്. പോയെങ്കിൽ അങ്ങ് പോട്ടെന്ന് വെക്കണം. ഇത് ബിഗ് ബോസ് ആണ്, നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കി. സ്റ്റാർ മാജിക് അല്ല നിങ്ങളെ മറ്റേ ജനിച്ചു വീണ കൊച്ചിനെ പോലെ ഇങ്ങനെ പാമ്പർ ചെയ്ത് കൊണ്ടു നടക്കാനായിട്ട്. ഇനി എല്ലാവരും എന്നെ കുറ്റം പറയും, ഞാൻ കാരണമാണ് ഔട്ടായതെന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു സൈഡിൽ പോയി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന് ഇത് മാത്രമേ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. ഈ കരച്ചിലും ബഹളവും വാശിയും കാണിക്കാണ്. എനിക്ക് തോന്നുന്നില്ല ഗെയിം കളിച്ചത് രക്ഷപ്പെടാൻ പോകുന്നത്. ഇത്ര ബഹളമാണെങ്കിൽ ഞാൻ പറയുന്ന അടുത്ത ആഴ്ച അങ്ങ് എഡിറ്റ് ചെയ്ത് വിടും വീട്ടിൽ പോയിട്ട്. അതായിരിക്കും നല്ലത്. ഇന്നലെ ഒരു വീഡിയോ ഇട്ടപ്പം അതിൽ വന്ന കമൻ്റാണ് അനുമോളല്ല ക്രൈമോളാണെന്ന്. ശരിക്കുമാണ്, ക്രൈമോൾ പറ്റിയ പേരാണ്. ഞാൻ പോലും ചിന്തിച്ചില്ല. നല്ല കമൻ്റായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതുപോലെ തന്നെ അനുമോൾ ആ എപ്പിസോഡിൽ, അതായത് കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ പറയുന്നുണ്ട് നോമിനേഷൻ പേടിയാണെന്ന്. അതായത് ഈ ഫുഡൊക്കെ കഴിക്കാതിരുന്ന ആ എപ്പിസോഡിൽ പറയുന്നുണ്ട് നോമിനേഷൻ പേടിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ആഴ്ച നോമിനേഷനിൽ വന്നില്ല, അതുകൊണ്ട് എനിക്ക്, അതായത് അന്ന് ആരടുത്തായിരുന്നു അത് പറഞ്ഞത്, അബീൻ്റെ അടുത്തും ഒനിയലിൻ്റെ അടുത്താണെന്നാണ് എൻ്റെ ഓർമ്മ. വ്യക്തമായിട്ട് പറയുന്നുണ്ട് നോമിനേഷൻ പേടിച്ചിട്ടാണ്. ഇത്രയും പേടിയുള്ള ഒരാളാണ് ഈ ബിഗ് ബോസിൽ കിടന്ന് ഇങ്ങനെ ഷോ ഇറക്കുന്നത്. അതിൻ്റെ ആവശ്യം എന്തോന്നാണ്? നോമിനേഷനിൽ വരട്ടെ, നിങ്ങളായിട്ട് അവിടെ നിൽക്കുകയെ. നോമിനേഷനിൽ വരുന്ന പേടിയിലാണ് ഞാൻ ഇതൊക്കെ കാണിച്ചു കൂട്ടിയത്. കഴിഞ്ഞ ആഴ്ച വരാതിരുന്നുകൊണ്ട് എനിക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നു. എന്തോന്ന് ഗെയിമാണോ അന്ന് കളിക്കുന്നത്? നോമിനേഷൻ ചെയ്യാതിരിക്കാനാണോ അപ്പോൾ ഇങ്ങനെ അവിടെ കരയുന്നത്? കരച്ചിൽ. ഈ ഒരൊറ്റ സാധനം തന്നെയാണ് അതിൻ്റെ അകത്ത് അനുമോൾ ഇറക്കുന്ന ഒരൊറ്റ സാധനം. എന്നിട്ട് കൺവെൻഷൻ റൂമിൽ പോയിട്ട് വീട്ടിൽ പോകണം, അമ്മയുടെ അച്ഛൻ്റെ വോയിസ് കേൾക്കണം. എനിക്കറിയാൻ പാടില്ല. എന്നിട്ട് ബിഗ് ബോസ് പറഞ്ഞു ഇവിടെ ഇരുന്ന് സമാധാനിച്ചോ എന്നൊക്കെ പറയുമ്പോൾ ഒരു ചിരി ഉണ്ടായിരുന്നു. അത് കണ്ടവർക്ക് മനസ്സിലാവും. അങ്ങ് കരച്ചിൽ തന്നെയാണ്. ഈ പ്രായത്തിൻ്റെ ഒരു മെച്യൂരിറ്റി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗെയിമിലോട്ടാണ് വന്നത്. ഇവിടെ ആർക്കും എന്നെ ഇഷ്ടമല്ല, ഇവിടെ ചിലർക്ക് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല. എല്ലാവരും ഇഷ്ടപ്പെടുത്താനാണോ ബിഗ് ബോസിലോട്ട് വന്നത്?
എന്തൊക്കെയാണെന്തോ ഈ പുള്ളിക്കാരി ഇപ്പോഴും സ്റ്റാർ മാജിക് എന്ന വൈബിൽ നിൽക്കുന്നേ ഉള്ളൂ. സ്റ്റാർ മാജിക്കിൽ കണ്ടല്ലോ തങ്കച്ചൻ പോലുള്ള ആൾക്കാർ പുള്ളിക്കാരിയെ ഒരു മോളെ പോലെ, ഒരു ജനിച്ചു വീണ കുട്ടിയെ പോലെ ഇങ്ങനെ കയ്യിലെടുത്ത് വെച്ച് നടന്നതാണ് പുള്ളിക്കാരി. ആ ഒരു വൈബിലാണ് ബിഗ് ബോസിന്റെ അകത്ത് വന്ന് കയറിയത്. ഇപ്പം നോക്കിയിരുന്നു എല്ലാവരും കയ്യിൽ തന്നെ വെച്ചുകൊണ്ട് നടക്കും. കയ്യിൽ ഇങ്ങനെ എടുക്കും, ഡോറിലോട്ടങ്ങ് എറിയും. ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. അതങ്ങനെ പറഞ്ഞു. അപ്പം പറഞ്ഞു വന്ന ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോയി. അതായത് കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ ആ ടാസ്കുകൾ, അതായത് പഠിപ്പുരയിൽ പോയിട്ട് സാധനങ്ങൾ എടുത്തതിൻ്റെ ബില്ല് വന്ന ടാസ്ക്, എൻ്റെ മോനെ അതൊരു വമ്പൻ ട്വിസ്റ്റ് തന്നെയായിരുന്നു. ഞാൻ പ്രൊമോ ഒന്നും കണ്ടിട്ടില്ലായിരുന്നു, പക്ഷെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്കത് വമ്പൻ ട്വിസ്റ്റ് തന്നെയായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അത്യാവശ്യം നല്ല എൻഗേജിങ് ആയിട്ട് കാണുന്ന ഒരു ഷോ ആണ് ഈ സീസൺ ഞാൻ പറഞ്ഞു, പല വീഡിയോസിലും ഞാൻ പറഞ്ഞു. കാരണം അടുത്തത് എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. കാരണം പഠിപ്പുരയിൽ ഇന്നൊരു ലിമിറ്റ് ഇല്ലായിരുന്നു ലാസ്റ്റ് എപ്പിസോഡിൽ അവർക്ക് സാധനങ്ങൾ എടുക്കാനായിട്ട്. അതായത് കഴിക്കാനായാലും ഡ്രസ്സായാലും സ്വേച്ഛാധിപത്യം എന്ന ടാസ്കിൽ വിജയിച്ച നിവിനും നമ്മളെ ജിസയിലും അവർ രണ്ടുപേരുമാണ് പോയത്. ഒരു രീതിയിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ലായിരുന്നു. 20 സെക്കൻഡ് വെച്ച് 3 റൗണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അത്രയും ഫ്രീ ആയിട്ടാണ് കൊടുത്തത്. അതായത് മീൻസ് ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല, പോയിന്റ്സോ അങ്ങനെ ഒന്നുമില്ല. അതായത് എത്ര സാധനം വേണം നമുക്ക് എടുക്കാം. അത് കഴിഞ്ഞ് വന്നിട്ട് ബില്ല് വന്നതാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ സ്വേച്ഛാധിപതികളായി അടിമകളായി തിരഞ്ഞെടുത്തവർക്ക് പ്രിവിലേജ് ഉണ്ടെന്നാണ് കരുതിയത്. പക്ഷേ അതൊരു വമ്പൻ ട്വിസ്റ്റ് തന്നെയാണ്. അവർ ആ ടാസ്കുകൾ ചെയ്ത് തീർത്താലേ ആ റൂമിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടപ്പോൾ പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് ആ ഒരു ടാസ്ക് തീർക്കാതെ ആർക്കും പുറത്തോട്ട് വരാൻ പറ്റില്ല. ഒരു ദിവസത്തെ സമയമുള്ളൂ, അതിനകത്ത് തീർത്തോണം. അതൊക്കെ നല്ല നല്ല അടിപൊളി ഗെയിംസാണ്. കാരണം ഇനി വരുന്ന ഗെയിംസ് എന്തൊക്കെയാണെന്നുള്ള ക്യൂരിയോസിറ്റി എനിക്കുണ്ട്. അത് ഈ ബിഗ് ബോസ് ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമേ ആ ഒരു ക്യൂരിയോസിറ്റി കാണുള്ളൂ. മേ ബി അത് കാണാത്തവർക്കൊന്നും അങ്ങനെ തോന്നണമെന്നില്ല. ഇത് ഞാൻ ശരിക്കും പറഞ്ഞ ഒരു എന്റർടൈൻമെന്റ് പർപ്പസിന് കുറച്ച് സമയം പോകണം, കുറച്ച് എന്റർടൈൻമെന്റ് ആയിട്ട് കാണണം, അങ്ങനെയൊക്കെ കാണുന്ന ഒരു ഷോ ആണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അല്ലാതെ പേഴ്സണലായിട്ട് എനിക്ക് അങ്ങനെ ആരെ ഇഷ്ടവും. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും, അതായത് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതായത് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലെയർ ആരാണെന്നും കപ്പടിക്കാൻ പോകുന്നത് ആരാണെന്നും എന്നുള്ള കമൻറ്റ്സ് ഒന്ന് ഇട്ടാൽ കൊള്ളാമായിരുന്നു. കാരണം എനിക്കൊന്ന് ഒരു അനാലിസിസ് നടത്താനായിരുന്നു. കാരണം എനിക്ക് ഫേവറേറ്റ് ആയിട്ട് ആരുമില്ല അതിൻ്റെ അകത്ത്. സീരിയസ്ലി ഇതുവരെയും ആരുമില്ല. എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നതാണ്. അങ്ങനെ കപ്പടിക്കും എന്ന് തോന്നുന്ന ആരുമില്ല. ശരിക്കും തോന്നുന്നില്ല. ആരെങ്കിലും ഒരാൾ കപ്പടിക്കും, അത് ഉറപ്പാണല്ലോ. പക്ഷേ എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ സീസൺ എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നു ആരാണ് കപ്പെടുക്കാൻ പോകുന്നതെന്ന്. കഴിഞ്ഞ സീസണിൽ എന്തായാലും മറക്കാൻ പറ്റാത്ത ഒരു കപ്പടിയായിരുന്നല്ലോ. ജിമ്മിൽ കയറുക, പൈസ മോഷ്ടിക്കുക, അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ നടന്നതാണ്. അത് വേറെ, ഞാൻ പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റ് ആരാണ്, കപ്പടിക്കാൻ പോകുന്നത് ആരാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ടാസ്കിൻ്റെ കാര്യത്തിൽ ഒരു ടാസ്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ആ സ്റ്റിക്ക് വെച്ചിട്ട് നമ്മുടെ ഈ മറ്റേ എന്തുവാ അതിൻ്റെ പേര്, നട്ടെന്നാണോ അതിനെ പറയുന്നത്, അതിൻ്റെ പേര് ഞാൻ പറഞ്ഞത്. ആ സാധനം നമ്മളിങ്ങനെ മുകളിലോട്ട് വെക്കണം എന്നുള്ള ടാസ്ക് വന്നില്ലേ, അത് കൈ കൊണ്ട് എടുക്കരുത്, ആ തന്ന സ്റ്റിക്ക് കൊണ്ട് യൂസ് ചെയ്ത് മുകളിലോട്ട് വെക്കണമെന്നാണ്. പക്ഷെ അവർ അതിൻ്റെ നേരെ മണ്ടയിൽ ഇങ്ങനെ ഒരു പ്ലെയിൻ ആയിട്ടാണ് മണ്ടയിലോട്ട് വെച്ചത്. അതുപോലെ അല്ലാതെ തിരിച്ചു വെച്ചുകൂടെ, മീൻസ് ഞാൻ ഒരു ഫോട്ടോ ഇവിടെ കാണിച്ചത് ആ രീതിയിൽ വെച്ചുകൂടെ എന്ന് എനിക്ക് ടാസ്ക് കണ്ടപ്പോൾ മുതൽ തോന്നിയൊരു ഇതാണ്. ഇനി ടാസ്ക് ലെറ്റർ ഞാൻ നേരെ കേട്ടില്ല, അതിൽ ഇനി അങ്ങനെ തന്നെ വെക്കണമെന്ന് എഴുതിയിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ അത് കണ്ടപ്പോൾ എൻ്റെ മൈൻഡിൽ കൂടെ പോയത് ഇതാണ്, ഞാൻ ഒരു ഫോട്ടോ വെക്കാം എങ്കിലും മനസ്സിലാവുള്ളൂ. കാരണം മുകളിലോട്ട് തന്നെയാണ് വെക്കേണ്ടത്. പക്ഷെ ഇങ്ങനെ വെച്ചാലും മതി എന്നാണ് എൻ്റെ ഒരു അത് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. കാരണം മറ്റത് വെക്കും തോറും ബാലൻസ് തെറ്റി കുറേ തവണ താഴെ വീഴുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് എപ്പോഴും തോന്നിയതാണ് നേരെ തിരിച്ച് വെച്ചുകൂടെ എന്നെനിക്ക് തോന്നിയതാണ്. അത് എത്ര പേർക്ക് തോന്നിയെന്ന് എനിക്കറിയില്ല. മിക്കുള്ളവർക്കും തോന്നിക്കാണും. ചിലപ്പോൾ അതിൻ്റെ അകത്ത് കണ്ടസ്റ്റൻസിന് ആ ഒരു ടാസ്ക് തീർക്കാനുള്ള ഒരു വെപ്രാളത്തിൽ ചിലപ്പോൾ തോന്നി കാണത്തില്ല. ഈവൻ സാധാരണ അനീഷൊക്കെ എന്തെങ്കിലും അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ ചെകഞ്ഞ് പിടിച്ച് കണ്ടുപിടിക്കുന്ന ഒരാളാണ്. അതായത് ടാസ്ക് ലെറ്ററിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നോക്കിയിരുന്ന് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ പുള്ളിക്കാരനും ആ ഒരു കാര്യം വിട്ടുപോയെന്ന് തോന്നുന്നു. ഇനി അങ്ങനെ ചെയ്യാവൂ എന്ന് ആ ടാസ്ക് ലെറ്ററിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ അനീഷ് ടാസ്ക് ചെയ്യാൻ പോയപ്പോൾ, അയ്യോ നമ്മളെ കുന്നംകുളം കപ്പൂർ, അയ്യോ അത് ഇപ്പം മുഖത്ത് പുച്ഛമല്ലാതെ വേറെ ഒന്നും വരുന്നില്ല. എല്ലാവരോടും പുച്ഛമാണ് പുള്ളിക്കാരൻ. അതായത് അനീഷ് ടാസ്ക് ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ. അതായത് ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ 2 തവണ വീണു, അതും തുടങ്ങുന്നതിന് മുമ്പേ പറയുകയാണ്
ഇവൻ്റെത് നോക്കിയിട്ടും കാര്യമില്ല, ചെയ്യാൻ പോകുന്നില്ല. അനീഷിനെ ചെയ്യാനും സമ്മതിക്കത്തില്ല. ഈ കുന്നംകുളം കപ്പൂറാണെങ്കിൽ ഒരു ടാസ്ക് നേരെ ചെയ്യത്തുമില്ല. ഇവൻ ഒരു ടാസ്ക് പോലും നേരെ ചെയ്യണം ഞാൻ കണ്ടിട്ടില്ല. അതായത് മീൻസ് ആ പഠിപ്പുരേര ടാസ്ക് കൊടുത്തപ്പോൾ അതിൻ്റെ അകത്ത് അടിമകൾക്ക് ടാസ്ക് കൊടുത്തല്ലോ, അപ്പോൾ അതിൻ്റെ അകത്ത് ചെയ്യുന്നത് ആര്യൻ മറ്റേ ഇതെടുക്കുന്നുണ്ട്, തള്ളിയിടുന്നുണ്ട്, അതൊന്നും നടക്കുന്നില്ല. അതൊന്നും ചെയ്യാതെയാണ് അനീഷ് ഒന്നും സ്റ്റാർട്ട് ചെയ്തത് പോലുമില്ല. അതിനു മുമ്പേ പറയണം ഇവൻ്റെ നോക്കിയിട്ട് കാര്യമില്ല. കുന്നംകുളം കപ്പൂർ എപ്പോഴും പെർഫെക്റ്റ് ആണ്, എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആണ്, അടിപൊളിയാണ്, എന്ത് ചെയ്താലും പെർഫെക്റ്റ് ആയിട്ടേ ചെയ്യുള്ളൂ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എല്ലാവരോടും ഒരു തരം പുച്ഛമാണ്. അത് ഇന്നലെ ഉണ്ടായിരുന്നു ആ പുച്ഛം. ലാസ്റ്റ് ഞാൻ ജസ്റ്റ് ലൈവോ ഫേസ്ബുക്കിൽ ജസ്റ്റ് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഗ്രൂപ്പ്സിലൊക്കെ ഉണ്ട്, ഇങ്ങനെ ഗ്രൂപ്പിൽ പോയപ്പോൾ ഒരു പോസ്റ്റ് കണ്ടതാണ്. അതായത് അനുമോൾ ശരിയാണ്, അനുമോൾ അവിടെ കരയുന്നു, ഒരു രീതിയിലുള്ള ഇൻവോൾവ്മെൻ്റ് ഇല്ല, വാശി കാണിക്കുന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ അനുമോളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ട്. ഒരാളല്ല, ഒരാളാണെങ്കിൽ ഓക്കെ, ഇത് വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ട്. അതായത് അക്ബർ, ശരത്തപ്പാനി, നമ്മുടെ മറ്റേ വ്ളോഗർ കുട്ടി റന, ഈ 3 പേരാണ് അനുവിനെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നത്. ഇന്നലെ വീഡിയോസ് കണ്ടവർക്ക് മനസ്സിലാവും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അനുമോൾ അത്ര അങ്ങനെ ഞാൻ പൊക്കി പറയുന്നതല്ല. എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു കണ്ടസ്റ്റൻ്റാണ് അനുമോൾ എന്ന് പറയുന്നത്. പക്ഷേ പുള്ളിക്കാരി അവിടെ നിന്ന് പാത്രം കഴുകിക്കൊണ്ട് നിന്നപ്പോൾ ഇവിടെ നിന്ന് പറയാണ് പട്ടിയെ പോലെ നിന്ന് കഴുകുന്നു, എന്തൊക്കെയോ. അതായത് വളരെ വൃത്തികെട്ട രീതിയിലാണ് റന എന്ന് പറയുന്ന പെൺകുട്ടി, പുള്ളിക്കാരി എന്തൊക്കെയോ പറയുന്നുണ്ട്. അതായത് പ്രായത്തിൻ്റെ പക്വതയില്ലായ്മയാണ്. അത് ആരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം അക്ബറും അപ്പനെയും കൂടെ നിൽക്കുകയാണ്. ഒരാൾ ഒറ്റയ്ക്കാണെങ്കിൽ ഓക്കെ, ഇത് ഗ്രൂപ്പ് ചേർന്ന് ഒരാളെ കോർണർ ചെയ്ത് ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് കോർണർ ചെയ്യുന്നതുമല്ല, ബുള്ളിങ് ചെയ്യാണ്. പിറകെ നടന്ന് ചൊറിഞ്ഞ് അക്ബറാണെങ്കിൽ ചൊറിയാൻ ഇപ്പം മറ്റേ ഇത് പറ്റൂലല്ലോ, മറ്റേ ഷോർട്ട് ടംബേഡ് പറ്റൂലല്ലോ, ലാലേട്ടൻ പൊക്കിയില്ലേ, അതുകൊണ്ട് വേറെ സ്ട്രാറ്റജി. പിറകെ നടന്ന് ചൊറിച്ചിൽ അത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് തന്നെ ഒരു ചൊറിച്ചിൽ വരും. ശരിയാണ്, ഗെയിം പ്ലാനാണ് എന്നും പറഞ്ഞ് ഒറ്റയ്ക്ക് പോട്ടെ, ഇത് ഗ്രൂപ്പായിട്ടാണ് ചെല്ലുന്നത്. ഒരു എല്ലാത്തിനും ഒരു പരിധിയില്ലേ. ആ റെനയുടെ ശബ്ദം എൻ്റെ അമ്മ, എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവുന്നു. അനുവിനെ ശരിക്കും പറഞ്ഞാൽ സമ്മതിക്കണം, അതെങ്ങനെ കേട്ടോണ്ട് നിൽക്കുന്നതാണോ ഇങ്ങനെ ഇത്രയും കൺട്രോൾ ചെയ്ത്. അതും ഭയങ്കര വൃത്തികെട്ട രീതിയിലൊക്കെയാണ് ആ റെന എന്ന് പറയുന്ന പെൺകുട്ടി സംസാരിക്കുന്നത്. എന്തോ ആയിക്കോട്ടെ, ഇത് എന്തുവാ ഇത് അവരുടെ ഒരു പ്രൈവറ്റ് സ്പേസ് ആണെങ്കിൽ ഓക്കെ, ഇത് പബ്ലിക് ആയിട്ട് ഇത്രയും പേര് കാണുന്നൊരു ഷോയാണ്. ആ ഒരു ബോധം പോലും ആ പെൺകൊച്ചിനില്ല. ഞാൻ പറഞ്ഞല്ലോ, പ്രായത്തിന്റെ പക്വത ഇല്ലായ്മ ആയിരിക്കാം, പക്ഷെ അതിൻ്റെ അകത്ത് കാള പോലെ വളർന്ന് എത്ര എണ്ണം ഉണ്ട്. പിന്നെ അവരെ ആരടുത്താ ഞാൻ ഈ പറയുന്നത്, അവരെടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാം. അവരുടെ ഭാഷ ശരിയല്ല, അതുകൊണ്ട് എല്ലാം കണക്ക് തന്നെയാണ്. ഞാൻ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോയ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. റെന നല്ലപോലെ ട്രിഗർ ചെയ്യുന്നുണ്ട് അനുവിനെ, നോക്കി നടന്ന് ട്രിഗർ ചെയ്യുന്നുണ്ട്. റെന എന്ന് പറയുന്ന ആ പെൺകൊച്ച് പിറകെ നടക്കുന്നുണ്ട്, അനുമോൾ എന്ത് ചെയ്യുന്നുണ്ടെന്ന് നോക്കി നിൽക്കുന്നുണ്ട്. അതുപോലെ പാത്രം കഴുകുമെന്നും പറഞ്ഞ് എത്ര നേരം ആ പെൺകൊച്ച് പിറകെ നടന്നത്. കേട്ടോണ്ടിരുന്ന എനിക്ക് എന്നെ പിടിച്ചൊരെണ്ണം കൊടുത്താലോ എന്ന് തോന്നി. അമ്മ അതിൽ വെറുപ്പിയിലായിരുന്നു. അതുപോലെ പറയാനുള്ളത്, ആ പഠിപ്പുരയ്ക്കകത്തുനിന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നപ്പോൾ ഗിസയിൽ അനുമോളിൻ്റെ സാധനം നോക്കി മാത്രം തിരിച്ചെടുത്തെറിഞ്ഞു. അത് അതൊക്കെ അവരുടെ ഗെയിമാണ്. പക്ഷെ അത് കണ്ടുകൊണ്ട് അനു കരച്ചിൽ തുടങ്ങി. എല്ലാത്തിനും കരച്ചിൽ പിടിച്ചിട്ടുണ്ട്. ഈ കരയും തോറും അവിടെ ആൾക്കാർ മനസ്സിലാവുന്നുണ്ട് ഇവള് വീക്കാണ്, ഇവളെ കോർണർ ചെയ്താൽ ഇവൾ ഇവിടുന്ന് പോവും, മിക്കവാറും വോട്ട് കിട്ടുമായിരിക്കും, എനിക്കറിയത്തില്ല. ഇത്രയും ദിവസം എങ്ങനെ നിന്നൊന്നും എനിക്കറിയത്തില്ല, ഇത്ര ഫാൻസുകൾ ഉണ്ടോയെന്നും എനിക്കറിയത്തില്ല. കാരണം അങ്ങനെ ഫേസ്ബുക്കിലായാലും PR ടീമിൻ്റെ വർക്കോ അങ്ങനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എങ്ങനെ നിൽക്കുന്നു, ആ ഒരു വീട്ടിൽ എങ്ങനെ സർവൈവ് ചെയ്ത് പോകുന്നു എന്നൊക്കെ നോക്കിയിട്ടാണ് ആളുകൾ വോട്ട് കൊടുക്കുന്നത്. ശരിയാണ്, പക്ഷേ അനുമോൾ എങ്ങനെയാണ് അവിടെ സർവൈവ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറയുന്ന അടുത്തൊരു എവിക്ഷനിൽ വരിക, വീട്ടിൽ പോവുക, ഇങ്ങനെ കരച്ചിലാണെങ്കിൽ. അച്ഛനും അമ്മയും കാണണം, വീട്ടുകാരെ കാണണം, ശബ്ദം കേൾക്കണം എന്നൊക്കെയാണെങ്കിൽ അങ്ങ് പറഞ്ഞു വിടുക. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ലിവിന് പകരം അനുമോളെ അങ്ങ് തുറന്നിട്ട് പൊക്കോ എന്ന് പറയണമായിരുന്നു. പോയാൽ മതി, എനിക്കത്രേ ഉള്ളൂ. എനിക്ക് ഒട്ടും താല്പര്യമില്ല, പേഴ്സണൽ ഗ്രഡ്ജോ അങ്ങനെ ഒന്നുമില്ല. പക്ഷേ ഒരു നല്ല ഗെയിമറേ ഇല്ല. എടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. പക്ഷേ അനു ചെയ്യുന്നത് കരച്ചിൽ മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. അതുപോലെ രേണു സുധീരുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. ഒരു അനക്കോ ഒരു ബഹളവും ഇല്ല. ലാലേട്ടൻ തന്നെ ഒരു ദിവസം ഊക്കി വിടുന്നതുണ്ട്. മീൻസ് പോയി കൺവെൻഷൻ റൂമിലോ സ്റ്റോർ റൂമിൽ പോയി സാധനം എടുത്തുകൊണ്ട് ഒരു ദേഹമൊക്കെ ഒന്ന് അനങ്ങട്ടെ.
പുള്ളിക്കാരി എങ്ങനെയാണ് അവിടെ സർവൈവ് ചെയ്യുന്നത് എന്തോ. വോട്ട് കിട്ടും, ഇനിയും കുറച്ച് നാളിവിടെ പോകുമായിരിക്കും. പക്ഷെ ബിഗ് ബോസ് വിന്നറൊന്നും ആവാൻ ചാൻസ് ഇല്ല. നല്ല ഗെയിമറേ അല്ല. അവർ കൂടിപ്പോയ ഒരു കുറച്ച് നാളുകൂടെ കാണുമായിരിക്കും, ചിലപ്പോൾ ഒരു 50ാമത്തെ ദിവസം വരെ കാണുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുവരെയായിട്ടും പുള്ളിക്കാരി ഇപ്പോഴും ബിഗ് ബോസിൽ കഴിക്കുന്നു, ഉറങ്ങുന്നു, ടാസ്ക് ആർക്കോ വേണ്ടി ചെയ്യുന്നു. ഇതൊക്കെ തന്നെയാണ് അവിടെ നടക്കുന്നത്. ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞു, ഇത്രയും ദിവസത്തിന് ശേഷം ഒരൊറ്റ ഡയലോഗ് പറഞ്ഞു, ഞാൻ നിന്റെ അടിമയല്ല, നീ നിന്റെ അടിമകളെ പോയി കൺട്രോൾ ചെയ്യും എന്ന് രേണു നമ്മുടെ നിവിൻ്റെ അടുത്ത് പറഞ്ഞു. ഇത് തന്നെയാണ് ചേച്ചി കുറേ നാൾക്ക് ശേഷം വാ തുറന്നൊന്ന് പറഞ്ഞത് ഞാൻ കേട്ടത്. അയ്യോ, കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. സോ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ ഒരു ഇതെന്ന് പറയുന്നത്. എന്തായാലും ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ബാക്കി അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ.